ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ 22-നാണ് ആരംഭിക്കുന്നത്. മെഗാ ലേലത്തിന് ശേഷം നടക്കുന്ന ആദ്യ സീസണിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് RCB ആയിരിക്കും ആദ്യം നേരിടുക. ഇതിന് പിന്നാലെ സൂപ്പർ പോരാട്ടങ്ങളുടെ നീണ്ട നിരയാണ് ആരാധകരെ കൂടുതലും കാത്തിരിക്കുന്നത്. വലിയ മാറ്റങ്ങളാണ് ഈ പ്രാവശ്യം എല്ലാ ടീമുകളിലും ഉണ്ടായിട്ടുള്ളത്. പല ടീമിന്റെ നായകന്മാരും പരിശീലകരും അടക്കമാണ് പ്രധാനമായിട്ടും മാറിയിട്ടുള്ളത്. അതിനാൽ കപ്പ് ആര് നേടുമെന്ന് പ്രവചിക്കുക പോലും ശരിക്കും പ്രയാസമാണെന്ന് പറയാം. പല സൂപ്പർ താരങ്ങളും ഇത്തവണ പരിക്കിന്റെ പിടിയിലായതും ടീമുകൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആരാധകരുടെ ഇഷ്ട താരങ്ങളിൽ ചിലർ അൺസോൾഡ് ആവുകയും മറ്റും ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ പ്രാവശ്യം സീസണിൽ താരങ്ങളാകുമെന്ന് കരുതപ്പെടുന്ന ചില താരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ യുവ ഓൾറൗണ്ടർമാരിൽ ശ്രദ്ധേയനായ ഒരു താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി എന്ന താരം. മീഡിയം പേസ് ഓൾറൗണ്ടറായ താരം ഇതിനോടകം ഇന്ത്യക്കായി ടെസ്റ്റിലും T20യിലും കളിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനത്തോടെ കയ്യടി നേടാനും താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമാണ് താരം നിലനിൽക്കുന്നത്. പക്ഷേ ആദ്യം നിതീഷ് CSKയുടെ ഭാഗമായിട്ടായിരുന്നു കളിച്ചിരുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ധോണിക്കോ CSK മാനേജ്മെന്റിനോ നിതീഷിന്റെ മികവ് മനസ്സിലാക്കുവാനായി കഴിഞ്ഞില്ല എന്നതാണ്. ഇന്ന് IPLൽ ശ്രദ്ധേയനായ യുവതാരങ്ങളിൽ ഒരാൾ കൂടിയാണ് നിതീഷ് കുമാർ. 6 കോടിയാണ് താരത്തിന്റെ നിലവിലെ പ്രകടനം എന്നത്. വരുന്ന സീസണിൽ സൂപ്പർ താരങ്ങളായി വളരാൻ ശേഷിയുള്ളവരിൽ ഒരാളാണ് നിതീഷ് കുമാർ എന്നതിൽ സംശയമില്ല. ഇന്ന് സ്പിൻ മാതൃകത കൊണ്ട് ഞെട്ടിക്കുന്ന താരങ്ങളിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് വരുൺ ചക്രവർത്തി. എല്ലാ ബാറ്റ്സ്മാൻമാരുടെയും പേടി സ്വപ്നമാവാൻ താരത്തിന് കഴിയുന്നുണ്ട്. നിഗൂഢമായ ശൈലി കൊണ്ട് ബാറ്റ്സ്മാനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വരുൺ ഈ പ്രാവശ്യം KKRനൊപ്പമാണ് കളിക്കുന്നത്. ഇന്ത്യയെ ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിൽ എത്തിക്കുന്നതിന് പിന്നിൽ നിർണായകമായി പങ്കുവഹിച്ച താരം കൂടിയാണ് വരുൺ. ഇത്തവണ എല്ലാവരും ഭയക്കുന്ന വരുൺ ഒരു കാലത്ത് CSKയുടെ ഭാഗമായിട്ടായിരുന്നു കളിച്ചിരുന്നത്. പക്ഷെ വരുണിന്റെ മികവ് മനസ്സിലാക്കാൻ CSKക്ക് കഴിഞ്ഞില്ല. തുടർന്ന് KKRലേക്ക് എത്താനും സൂപ്പർ താരമായി മാറാനും വരുണിന് കഴിഞ്ഞു. 8 കോടി പ്രതിഫലത്തിലാണ് താരം KKRനായി കളിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ സ്പിന്നറായ നൂർ അഹമ്മദും ഒരിക്കൽ CSKയുടെ നെറ്റ്സ് ബൗളറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ടീമിന്റെ ആവശ്യപ്രകാരം നെറ്റ്സിൽ പന്തെറിയാനായെങ്കിലും ടീമിനൊപ്പം കരാറിലേക്ക് എത്താനും താരത്തിന് കഴിഞ്ഞു. തുടർന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിലൂടെയും T20 ലീഗുകളിലൂടെയും കരുത്ത് തെളിയിച്ച താരം IPLൽ CSKയ്ക്കൊപ്പമാണ് വരുന്ന സീസണിൽ കളിക്കുന്നത്. മികച്ച പ്രകടനത്തോടെ തിളങ്ങാൻ താരത്തിന് കഴിയുമോ എന്നാണ് ഇനി കാണേണ്ടത്. CSK പൊതുവെ യുവതാരങ്ങളെ വളർത്തുന്നില്ല എന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. സീനിയർ താരങ്ങൾക്കാണ് ടീം കൂടുതലും പ്രാധാന്യം നൽകുന്നത്. യുവതാരങ്ങളെ വളർത്താൻ CSK നേരത്തെ മുതൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുമില്ല. ഇപ്പോഴത്തെ CSK നായകനായ ഋതുരാജ് ഗെയ്ക്വാദ് പോലും CSKയിൽ എത്തിയത് ശരിക്കും അപ്രതീക്ഷിതമായിട്ടായിരുന്നു. പയറ്റി തെളിഞ്ഞ സീനിയർ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവന്ന് അത്ഭുതം സൃഷ്ടിക്കുക എന്നതാണ് CSKയ്ക്കുള്ള രീതി. MS ധോണി എന്ന നായകന് കീഴിൽ 5 തവണ കിരീടം നേടിയ CSKയ്ക്ക് ഇത്തവണ 6ാം കിരീടത്തിലേക്ക് എത്താൻ ഈ രീതി സഹായിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.